കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. പിണ്ടിമന പഞ്ചായത്തിലെ ജനവാസ മേഖലകളിൽ തമ്പടിച്ച കാട്ടാനയെ മയക്കുവെടിവെക്കാൻ അനുമതി. മയക്കുവെടിവെക്കുന്നതിനായി വനംവകുപ്പ് മന്ത്രി DFOയ്ക്ക് അനുമതി നൽകി. പിണ്ടിമന പഞ്ചായത്തിലെ ജനവാസ മേഖലകളിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി തമ്പടിച്ചു വരുന്ന കാട്ടാനയെ മയക്കുവെടി വയ്ക്കാൻ അനുമതി ലഭിച്ചതായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു. ഒരു മാസക്കാലമായി പിണ്ടിമന പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പതിവായി എത്തുന്ന ആന ഇപ്പോൾ വെറ്റിലപ്പാറ ഭാഗത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. മയക്കുവെടി വയ്ക്കാൻ ഫോറസ്റ്റ് മിനിസ്റ്റർ DFOയ്ക്ക് അനുമതി കൊടുത്തതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു. പിണ്ടിമന ഗ്രാമപഞ്ചായത്തില് ഒരു 4 ആഴ്ചയോളമായി ഒരാന ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ ജനവാസ മേഖലകളിലേക്കെല്ലാം കടന്നു വന്ന് കൃഷി നശിപ്പിക്കുന്നതുൾപ്പെടെ ജനങ്ങൾക്ക് ഭീതി വരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. കളക്ടറെ പല പ്രാവശ്യവും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നേരിട്ട് പോയി കാണുകയും DFOയ്ക്ക് ഒരു മയക്കുവെടി വെക്കാനുള്ള അനുമതിത്തിന് വേണ്ടിയിട്ട് വാക്കാൽ കളക്ടർ പറയുകയും ചെയ്തു. എങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതിനുള്ള ഒരു നടപടി ഉണ്ടായില്ല. ഇപ്പോൾ വീണ്ടും ജനവാസ മേഖലയിൽ വെറ്റിലപ്പാറ ഭാഗത്ത് 14 വാർഡിലെ ഇന്നിപ്പോൾ ആന വീണ്ടും ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കളക്ടറെ രാവിലെ വിളിച്ചു, DFOനെ വിളിച്ചു, MLA വിളിച്ചു, അതുപോലെ തന്നെ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുകയായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ PA ഒക്കെ വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിയമസഭയിൽ വെച്ച് മയക്കുവെടി വെക്കാനായിട്ട് ഫോറസ്റ്റ് മിനിസ്റ്റർ DFOയ്ക്ക് അനുമതി കൊടുത്തതായിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നാട്ടിലിറങ്ങുന്ന ആന പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.